പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ 2-3 ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടു, യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടു. ആ യൂട്യൂബ് ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞത് ലിബ്രെ ഓഫീസ് കാൽക്കിൻ്റെ അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ രീതികൾ, അല്ലെങ്കിൽ അതെങ്ങനെ ഓപ്പൺ ചെയ്യാം, അതിലെങ്ങനെ സെൽ റെഫറൻസ് പറയാം, അല്ലെങ്കിൽ സെൽ അഡ്രസ്സ് എങ്ങനെ പറയാം, അതുപോലെ തന്നെ അതിലുപയോഗിക്കുന്ന ഫങ്ഷൻസ് ഏതൊക്കെയെന്നാണ് പറഞ്ഞത്. അതിൽ ഞാനൊരു 3 ഫങ്ഷൻസ് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. ഈ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അതായത് ഈ ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ സ്ഥിരമായി നമ്മൾക്ക് ചോദിക്കാറുള്ള, മെയിൻ എക്സാമിന് സ്ഥിരമായി നമ്മളോട് ചോദിക്കാറുള്ള ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ സെയിം ആയിരിക്കും, ക്വസ്റ്റ്യൻസിൻ്റെ രീതി മാത്രമേ മാറുള്ളൂ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ 3 കോളംസ് ഉണ്ട്. ആ 3 കോളംസ് എന്ന് പറയുന്നത് ഒന്ന് എംപ്ലോയി നെയിം ആണ്. എംപ്ലോയി നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എംപ്ലോയീസിന്റെ പേര്. രണ്ടാമത്തെ കോളം ഡിപ്പാർട്ട്മെന്റ്, ആ എംപ്ലോയീസ് ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ചിലപ്പോൾ ഈ പറയുന്ന എല്ലാ എംപ്ലോയീസും ജോലി ചെയ്യുന്നത് ആ സെയിം കമ്പനിയിലായിരിക്കും, അല്ലെങ്കിൽ സെയിം ഓർഗനൈസേഷനിലായിരിക്കും. ആ ഓർഗനൈസേഷനിൽ ചിലപ്പോൾ ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. സാധാരണ ഒരു ഫാക്ടറി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ചിലപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അങ്ങനത്തെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് രണ്ടാമത്തെ കോളത്തിൽ പറയുന്നത്. എന്നിട്ട് മൂന്നാമത്തെ കോളത്തിൽ പറയുന്നു അവരുടെ സാലറീസ്. ഈ തന്നിരിക്കുന്ന ഓരോ എംപ്ലോയീസും വാങ്ങുന്ന സാലറീസ്. അങ്ങനെ 3 കോളംസ് ആണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. ഈ കോളംസ് തന്നിട്ട് നമ്മളോട് അടിയിൽ പറയുന്നു ഓരോ കോളത്തിനും ഹെഡിങ് കൊടുക്കുക. അതായത് ആദ്യത്തെ കോളത്തിന് എംപ്ലോയീസിന്റെ നെയിം എന്നുള്ള കോളത്തിന് ഹെഡിങ് കൊടുക്കേണ്ടത് നെയിം എന്ന് ഹെഡിങ് കൊടുക്കുക, അല്ലെങ്കിൽ എംപ്ലോയി നെയിം എന്ന് ഹെഡിങ് കൊടുക്കുക. രണ്ടാമത്തെ കോളത്തിൽ പറയുന്നത് ആ എംപ്ലോയീസ്, ഞാൻ പറഞ്ഞു ആ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണോ അതാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ കോളത്തിന്റെ ഹെഡിങ്ങിൽ നമ്മൾ എന്ത് കൊടുക്കുക, ഡിപ്പാർട്ട്മെന്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. മൂന്നാമത്തെ കോളത്തിന്റെ ഹെഡിങ് ഞാൻ പറഞ്ഞു അവരുടെ സാലറി ആണ് മൂന്നാമത്തെ കോളത്തിൽ പറയുന്നത്. മൂന്നാമത്തെ കോളത്തിന്റെ ഹെഡിങ് സാലറി, മന്ത്ലി സാലറി എന്ന് ഹെഡിങ് കൊടുക്കുക. ഇനിയാണ് ചോദ്യത്തിലേക്ക് വരുന്നത്. അവർ പറയുന്നു ഈ തന്നിരിക്കുന്ന എംപ്ലോയീസിന്റെ സാലറി അവിടെ തന്നിട്ടുണ്ട് അല്ലേ, അതേപോലെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് അവിടെ തന്നിട്ടുണ്ട്. അവരുടെ ഈ തന്നിരിക്കുന്ന എംപ്ലോയീസിന്റെ ടോട്ടൽ സാലറി കണ്ടെത്തുക. പറയുന്ന എംപ്ലോയീസിന്റെ ടോട്ടൽ സാലറി കണ്ടെത്തുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്, ഈ പറയുന്ന എംപ്ലോയീസിന്റെ ടോട്ടൽ സാലറി കണ്ടെത്തുക. രണ്ടാമത് പറയുന്നു ഹയസ്റ്റ് മന്ത്ലി സാലറി. നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന എംപ്ലോയീസിൽ അവിടെ എല്ലാവരുടെയും സാലറി തന്നിട്ടുണ്ട്. അതിൽ ചിലർ കുറവ് സാലറിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ചിലർ കൂടുതൽ സാലറിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അതിൽ ഹയസ്റ്റ് സാലറി വാങ്ങുന്ന ആളാരാണോ, അല്ലെങ്കിൽ ഹയസ്റ്റ് സാലറി എത്രയാണോ അത് കണ്ടെത്തുക. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹയസ്റ്റ് മന്ത്ലി സാലറി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നു ലോവസ്റ്റ് മന്ത്ലി സാലറി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന എംപ്ലോയീസിൽ ചിലർ പൈസ കുറവിന് ജോലി ചെയ്യുന്നുണ്ട്, ചിലർ പൈസ കൂടുതലും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് സാലറി വാങ്ങുന്നത് എത്രയാണ് അത് കണ്ടെത്തുക. അതാണ് ലോവസ്റ്റ് മന്ത്ലി സാലറി. ഇനി നെക്സ്റ്റ് പറയുന്നത് ആവറേജ് മന്ത്ലി സാലറി. നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ആവറേജ് മന്ത്ലി സാലറി. അതായത് ഈ തന്നിരിക്കുന്ന എല്ലാ സാലറിയിൽ നിന്നും അതിൻ്റെ ആവറേജ് എത്രയാണ്, മന്ത്ലി സാലറിയുടെ ആവറേജ് എത്രയാണ്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് അവർ പറയുന്നത് ടോട്ടൽ മന്ത്ലി സാലറി ഇൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾക്ക് തന്നിട്ടുള്ള എംപ്ലോയീസിൽ പല ഡിപ്പാർട്ട്മെന്റിലുള്ള എംപ്ലോയീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ചിലർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്, ചിലർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനത്തെ കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒന്നിലധികം എംപ്ലോയീസ് ഉണ്ടായിരിക്കും. ആ എംപ്ലോയീസിന്റെ ടോട്ടൽ സാലറി എത്രയാണ്, ആ എംപ്ലോയീസിന്റെ കേട്ടോ. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രം തന്നിട്ടുണ്ട്. ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ടോട്ടൽ സാലറി എത്രയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അവർ പറയുന്നു ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. ഇവിടെ തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യനിൽ, അല്ലെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള ഈ എംപ്ലോയീസിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു നമ്പർ ഓഫ് എംപ്ലോയീസ് വിത്ത് സാലറി ഗ്രേറ്റർ ദാൻ 50,000.
അതായത് എന്താ 50,000-ൽ കൂടുതൽ സാലറി വാങ്ങുന്ന എത്ര പേരുണ്ട് ഇതിൽ എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ നമുക്കിത് ചെയ്ത് നോക്കണ്ട. അപ്പോൾ നിങ്ങൾ കൃത്യമായി വീട്ടിലിരുന്നിട്ട് ഇത് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ക്ലിയർ ആയിട്ട് നമ്മളോട് പറയണം. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ക്വസ്റ്റ്യൻ അതേപോലെ പകർത്തണം. ഈ ക്വസ്റ്റ്യൻ അതേപോലെ പകർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന ടേബിൾ നമ്മൾ കൃത്യമായി അതേപോലെ എഴുതി വെക്കുക. അതായത് എംപ്ലോയി നെയിം, അതേപോലെ അവരുടെ ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ അവരുടെ മന്ത്ലി സാലറി, ഇത് കൃത്യമായി നമ്മൾ എഴുതുക. ഇതിന്റെ അപ്ലിക്കേഷൻ ലെവൽ കൂടെ ഞാൻ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് നോക്കുക. എംപ്ലോയി നെയിം എന്നുള്ളിടത്ത് അനൂപ്, ബിനോയ്, അനിൽ, സുനിൽ, രമേശ്, സതീഷ്, സ്മിത, ഇങ്ങനെ ഇത്രയും പേരുടെ പേരുകൾ നമ്മൾ കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നു. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള കോളത്തിൽ ഒന്നാമത്തെ അനൂപിന് നേരെ ഫിനാൻസ് എന്ന് കൊടുക്കുക, ബിനോയ്ക്ക് നേരെ മാർക്കറ്റിംഗ് എന്ന് കൊടുക്കുക, അനിലിന് നേരെ പ്രൊഡക്ഷൻ എന്ന് കൊടുക്കുക, സുനിലിന് നേരെ പർച്ചേസ് എന്ന് കൊടുക്കുക. ഇനി രമേശിന് നേരെ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള പേഴ്സണൽ എന്ന് കൊടുക്കുക. അതേപോലെ സതീഷിന് നേരെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുക. അതേപോലെ സ്മിതയ്ക്ക് നേരെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുക. അവരുടെ എല്ലാം മന്ത്ലി സാലറി കൃത്യമായ ഓർഡറിൽ 40,000, 42,000, 48,000, 52,000, 42,500, 39,500, 47,500 എന്ന് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? ടോട്ടൽ മന്ത്ലി സാലറി. ടോട്ടൽ മന്ത്ലി സാലറി നമ്മൾക്ക് വേണമെങ്കിൽ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ആ ഒരു കോളത്തിന്റെ അടിയിലെ സെല്ലിൽ നമ്മൾക്ക് എന്ത് കൊടുക്കാം? ടോട്ടൽ മന്ത്ലി സാലറി എന്ന് വൃത്തിയിൽ എഴുതാം. ടോട്ടൽ മന്ത്ലി സാലറി. നമുക്കെന്ത് ചെയ്യാം? വേണമെങ്കിൽ അത് ആ മന്ത്ലി സാലറി മുഴുവനായിട്ട് കൂട്ടി അവിടെ എഴുതാം. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എഴുതാൻ പാടില്ല. എന്ത് ചെയ്യണം? നമ്മളവിടെ ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രോബ്ലം ലാബ് എക്സാമിന് തരുന്നത്, അല്ലാണ്ട് കൂട്ടി എഴുതാനല്ലല്ലോ. അപ്പോൾ ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്? ഈ കാൽക്കുലേഷൻ നടത്തേണ്ടത്. അപ്പോൾ ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മളോട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? മന്ത്ലി സാലറി, ടോട്ടൽ മന്ത്ലി സാലറി അല്ലേ? ടോട്ടൽ കാണാൻ നമ്മൾ ഒരു ഫങ്ഷൻസ് പഠിച്ചിരുന്നു. ഏതാണ് ആ ഫങ്ഷൻ? ടോട്ടൽ കാണാൻ ഉപയോഗിക്കുന്ന ഫങ്ഷൻ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിൽ സം എന്നൊരു ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. എന്താ സം? ഒരു സംഖ്യകളുടെ ടോട്ടൽ കാണാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? സം ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ഇക്വേഷൻ അല്ലെങ്കിൽ ഇവിടെ യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതായിരിക്കും? സം എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? സം എന്നുള്ള ഫംഗ്ഷനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോഴും അവിടെ എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞു? ഈക്വൽ ടു സൈൻ കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ? പറഞ്ഞിട്ടില്ലേ? ഈക്വൽ ടു സൈൻ എന്ത് കൊടുക്കുക? സം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏത് ഡാറ്റയാണോ നമ്മൾക്ക് ആവശ്യം ആ ഡാറ്റ അവിടെ റേഞ്ച് ആയിട്ട് കൊടുക്കണം. റേഞ്ച് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താ റേഞ്ച്? നമ്മൾക്ക് എവിടെ തൊട്ടാണോ ഒരു ഡാറ്റ ആവശ്യം അവിടെ തൊട്ട് എവിടെ വരെയാണോ നമ്മൾക്ക് ആവശ്യം അവിടെ വരെ സെലക്ട് ചെയ്യുന്നതിനാണ് ആ റേഞ്ച് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ആ റേഞ്ച് ഓഫ് ഡാറ്റ ഇവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ കൊടുക്കണം. ആ റേഞ്ച് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മുടെ മന്ത്ലി സാലറിയുടെ കോളത്തിൽ ആദ്യം തൊട്ട് മന്ത്ലി സാലറിയുടെ സാലറി തന്നിരിക്കുന്ന ആ ഒരു സെല്ലോട്ട് C2 ആയിരിക്കും ആ സെല്ല് അല്ലേ? ആ C2 സെല്ല് തൊട്ട് ഏറ്റവും അടിയിൽ മന്ത്ലി സാലറി തന്നിട്ടുള്ള C8 അല്ലേ? ആ C8 സെല്ല് വരെ നമ്മൾ സെലക്ട് ചെയ്യാം. ഒരു റേഞ്ച് സെലക്ട് ചെയ്യുക. ആ റേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് ആ റേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ വരിക C2 C8 ഇങ്ങനെ വരിക. ഇത് സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? ഇതിൻ്റെ റിസൾട്ട് വരും. ഏതിൻ്റെ? ടോട്ടൽ മന്ത്ലി സാലറിയുടെ റിസൾട്ട് വരും. ഇനി നോക്കിയേ, ഈ സം C2 C8 എന്നുള്ളിടത്ത് നമ്മൾ എന്ത് കൊടുക്കുക? വേണമെങ്കിൽ എഴുതുന്ന സമയത്ത് മന്ത്ലി സാലറി എന്ന് കൊടുക്കാം. മന്ത്ലി സാലറിയുടെ ആണ് എന്ത് ചെയ്യേണ്ടത്? ഈ C2 തൊട്ട് C8 വരെ സെലക്ട് ചെയ്യേണ്ടത്. ആ കോളം മന്ത്ലി സാലറിയുടെ ആണ്. എഴുതുമ്പോൾ റിട്ടേൺ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? അവിടെ സാലറി എന്ന് കൊടുക്കാം. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ. എന്നാലും തെറ്റില്ല എന്ന് പറയണേ.
ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ക്ലാരിറ്റി കിട്ടുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നു ഹയസ്റ്റ് മന്ത്ലി സാലറി. ഇതേപോലെ തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഹയസ്റ്റ് മന്ത്ലി സാലറി. ഹയസ്റ്റ് മന്ത്ലി സാലറി ഇവിടെയും നമ്മൾ എന്ത് കൊടുക്കണം, ഒരു ഫങ്ഷൻസ് യൂസ് ചെയ്യണം. ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യണം, വേണ്ടേ? ഏത് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുക? ഹയസ്റ്റ് നമ്പർ കൗണ്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാ? സെയിം മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ തന്നെ ഹയസ്റ്റ് നമ്പർ കൗണ്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാ? മാക്സ് ഫംഗ്ഷൻ അല്ലേ? ഹയസ്റ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് മാക്സ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതായിരിക്കും? മാക്സ് ഫംഗ്ഷൻ അല്ലേ? ഫംഗ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഈക്വൽ ടു സൈൻ കൊടുക്കണം. മാക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് മാക്സ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ആ റേഞ്ച് സെലക്ട് ചെയ്യുക. ഏത്? മന്ത്ലി സാലറിയുടെ സെയിം റേഞ്ച് സെലക്ട് ചെയ്യുക. മന്ത്ലി സാലറി എവിടെ തൊട്ടാണോ നമ്മൾക്ക് ആവശ്യം, C2 തൊട്ടാണ് ആവശ്യം, C2 തൊട്ട് C8 വരെ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. റിസൾട്ട് കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് ലോവസ്റ്റ് മന്ത്ലി സാലറി. ഹയസ്റ്റ് കണ്ടു, അടുത്തത് ലോവസ്റ്റ് മന്ത്ലി സാലറി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയസ്റ്റിന് മാക്സിമം ആണെങ്കിൽ ലോവസ്റ്റിന് ഏതാ? മിനിമം ആണ്. ഓക്കെ, അപ്പൊ മിനിമത്തിന് നമ്മൾ ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈക്വൽ ടു മിനിമം MIN ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സെയിം ആ റേഞ്ച് സെലക്ട് ചെയ്യുക. ഏത്? C2 തൊട്ട് C8 വരെ. C2 തൊട്ട് C8 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. നമുക്ക് അവിടെ റിസൾട്ട് കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് ആവറേജ് മന്ത്ലി സാലറി. ആവറേജ് മന്ത്ലി സാലറി അവിടെയും നമുക്ക് ആവറേജ് കാണാനുള്ള ആ ഒരു ഫംഗ്ഷൻ ഏതാ? AVG അല്ലെങ്കിൽ ആവറേജ് ഫംഗ്ഷൻ അല്ലേ? ആവറേജ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ ടു ഏത്? ആവറേജ് സെയിം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്ത്? ആ റേഞ്ചാ സെലക്ട് ചെയ്യുക. ഏത്? C2 തൊട്ട് C8 വരെ മന്ത്ലി സാലറിയുടെ ആ കോളം അല്ലേ? ആ മന്ത്ലി സാലറി എവിടെ തുടങ്ങുന്നോ അവിടെ തൊട്ട് ആ മന്ത്ലി സാലറി എവിടെ അവസാനിക്കുന്നോ അവിടെ വരെ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ആവറേജ് സാലറി നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാ? ടോട്ടൽ മന്ത്ലി സാലറി ഇൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്തിലും മതി? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ മാത്രം മന്ത്ലി സാലറി മതി. ടോട്ടൽ നമ്മൾ സാധാരണ ടോട്ടൽ കാണാൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഫംഗ്ഷൻ ഏതാ? സം ഫംഗ്ഷൻ ആയിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ഇൻസ്ട്രക്ഷൻ കൂടെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്. നോക്കിയേ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ മാത്രം മതി. നമ്മളോട് മുഴുവൻ ചോദിച്ചിട്ടില്ല, എന്തുമാത്രം മതി? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ മാത്രം മതി. അതുകൊണ്ട് തന്നെ സമ്മ് മാത്രം കൊടുത്താൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ കൂടെ കൊടുക്കണം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ടോട്ടലിന്റെ ഒപ്പം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാ? സം ഇഫ് ഫംഗ്ഷൻ അല്ലേ? സം ഇഫിന്റെ പ്രത്യേകത എന്താ? ഏതെങ്കിലും സംഖ്യകളുടെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തരത്തിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കണ്ടീഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഏത്? സം ഇഫ് ഫംഗ്ഷൻ. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതാ? സം ഇഫ്. നമ്മൾ എന്ത് ചെയ്യണം? ഏത് ഇക്വേഷൻ കൊടുക്കുമ്പോഴും ഏത് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം? ഈക്വൽ ടു സൈൻ കൊടുക്കണം. സം ഇഫ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. സം ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടത്തെയാണ് നമ്മൾ ടോട്ടൽ സാലറി കണ്ടെത്തേണ്ടത്? ഡിപ്പാർട്ട്മെന്റുകളിലാണ് അല്ലേ? ആ ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലത്തെ മാത്രമാണ് നമ്മൾ എന്ത് കണ്ടെത്തേണ്ടത്? ടോട്ടൽ സാലറി കണ്ടെത്തേണ്ടത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. ഡിപ്പാർട്ട്മെന്റ് മെൻഷൻ ചെയ്യണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ കോളം ഏതാ? ബി കോളമാണ് അല്ലേ? ബി കോളത്തിലാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ബി കോളം എവിടെ തൊട്ടാണോ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്നത് അവിടെ തൊട്ട് എവിടെ വരെയാണോ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് അവിടെ വരെ സെലക്ട് ചെയ്യണം. അതിനാണ് നമ്മൾ എന്താ പറയാ? റേഞ്ച് ഓഫ് ഡാറ്റ എന്ന് പറയാ. ആ റേഞ്ച് സെലക്ട് ചെയ്യണം. അപ്പോൾ ബി കോളം B2 കോളത്തിലാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്നത്. ആ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്നത് തൊട്ട് B2 തൊട്ട് B8 വരെ സെലക്ട് ചെയ്യാം. ഈ B8 വരെ സെലക്ട് ചെയ്യുക. എന്ത് കൊടുക്കുക? കോമ കൊടുക്കുക. കൃത്യമായിട്ട് ഇക്വേഷൻ കൊടുക്കണം. കോമ ഒന്നും കൊടുത്തില്ലെങ്കിൽ ആൻസർ നമുക്ക് കിട്ടില്ല കേട്ടാ. ആ കോമ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക?
ആ സെലക്ട് ചെയ്തതിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് വരെ മതി? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രം മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം, വേണ്ടേ? അത് സ്പെസിഫിക് ആയിട്ട് എടുത്തു കാണിക്കണം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് എടുത്തു കാണിക്കണം. അതുകൊണ്ട് തന്നെ ഏത് കാര്യവും സ്പെസിഫിക് ആയിട്ട് എടുത്തു കാണിക്കുന്നുണ്ട് എങ്കിൽ, എടുത്തു കാണിക്കണമെങ്കിൽ അതിന് നമ്മൾ ഡബിൾ കൊട്ടേഷൻ കൊടുക്കണം. ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റ് നമ്മൾക്ക് ഡബിൾ കൊട്ടേഷൻ കൊടുക്കേണ്ടി വരിക? അപ്പൊ ഏതാ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരിക? ഡബിൾ കൊട്ടേഷനിൽ കൊടുക്കേണ്ടി വരിക. നേരെ ഡബിൾ കൊട്ടേഷനിൽ പ്രൊഡക്ഷൻ എന്ന് എഴുതുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കോമഡ. ഈ പ്രൊഡക്ഷൻ എന്ന് ഞാനിവിടെ സ്മോൾ ലെറ്ററിലൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് തരത്തിലാണോ പ്രൊഡക്ഷൻ എൻ്റർ ചെയ്തിട്ടുള്ളത് അതേപോലെ വേണം എന്ത് ചെയ്യാൻ? ഈ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ കൊടുക്കാൻ, അല്ലെങ്കിൽ ഉത്തരം തെറ്റും. ശ്രദ്ധിക്കണം, നമ്മൾ ചോദ്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡാറ്റയിൽ ഏത് തരത്തിലാണോ പ്രൊഡക്ഷൻ എന്ന് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത് ആ തരത്തിൽ തന്നെ. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ചിലപ്പോൾ ഫുൾ സ്മോൾ ലെറ്ററിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക, ചിലപ്പോൾ സെന്റൻസ് കേസിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ എങ്ങനെയാണോ കൊടുത്തത് ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ കൊടുക്കാൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ പ്രൊഡക്ഷൻ എന്ന് കൊടുക്കുന്നു, കോമ കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി അവിടത്തെ എന്താ കാണിക്കണ്ടേ? സാലറി ആണ് കാണിക്കേണ്ടത് അല്ലേ? ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലത്തെ സാലറി ആണ് കാണിക്കേണ്ടത്. സാലറിക്ക് സാധാരണ നമ്മൾ എന്ത് ചെയ്യുക? C2 തൊട്ട് അല്ലേ? C2 അല്ല സാലറി തുടങ്ങുന്നത്, C2 തൊട്ട് C8 വരെ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. നോക്കിയേ, ഈ ഇക്വേഷൻ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ ഡിപ്പാർട്ട്മെന്റിന്റെ കോളം സെലക്ട് ചെയ്യണം, ആ ഡിപ്പാർട്ട്മെന്റിന്റെ റേഞ്ച് സെലക്ട് ചെയ്യണം, എന്നിട്ട് കോമ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്പെസിഫിക്കേഷൻ കൊടുക്കണം. അവിടെ സ്പെസിഫിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ മാത്രം മതി. ആ സ്പെസിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഡബിൾ കൊട്ടേഷനിലായിരിക്കണം സ്പെസിഫിക്കേഷൻ കൊടുക്കേണ്ടത്. ഡബിൾ കൊട്ടേഷനിൽ സ്പെസിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ എൻ്റർ ചെയ്ത് അതേപോലെ വേണം കൊടുക്കാൻ അല്ലേ? നമ്മൾ എങ്ങനെയാണോ എൻ്റർ ചെയ്തിരിക്കുന്നത് അതേപോലെ വേണം ഇവിടെ പ്രൊഡക്ഷൻ എന്ന് എഴുതാൻ. എന്നിട്ട് പ്രൊഡക്ഷൻ എന്ന് എഴുതി ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്തു, എന്നിട്ട് കോമ കൊടുത്തു. അവിടുത്തെ സാലറി, മന്ത്ലി സാലറി എവിടെ തൊട്ടാണോ ആ റേഞ്ച് സെലക്ട് ചെയ്യുക, C2 തൊട്ട് C8 വരെ എൻ്റർ ചെയ്യുക. ആൻസർ കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് അടുത്ത പറയുന്നു ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് അല്ലേ? നമ്മൾ അവിടെ കുറച്ച് എംപ്ലോയീസിന്റെ പേര് എൻ്റർ ചെയ്തിട്ടുണ്ട്. ചോദ്യത്തിൽ കുറച്ച് എംപ്ലോയീസിന്റെ പേര് എൻ്റർ ചെയ്തിട്ടുണ്ട്. ആ എൻ്റർ ചെയ്തിരിക്കുന്ന പേരിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്? എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൗണ്ട് ചെയ്യണം അല്ലേ? നമ്മ എംപ്ലോയീസിന്റെ എണ്ണം എടുക്കണം. ഈ എണ്ണം എടുക്കുമ്പോൾ കൗണ്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാ? കൗണ്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? നമ്പർ മാത്രം കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഇവിടെ നമ്പർ ആണോ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്? എംപ്ലോയീസിന്റെ പേരല്ലേ? എംപ്ലോയീസിന്റെ പേര് എന്ന് പറയുന്നത് ക്യാരക്ടർ വൈസ് അല്ലേ? അപ്പൊ നമ്മൾക്ക് നമ്പർ യൂസ് ചെയ്യുന്ന അല്ല നമ്പർ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ പോരാ. അതായത് കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മാത്രം പോരാ. എന്ത് ചെയ്യണം? അവിടെ ക്യാരക്ടർ കൂടെ കൗണ്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഏത്? കൗണ്ട് എ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ? അപ്പൊ കൗണ്ട് എ എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഇവിടെ യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതാ? കൗണ്ട് എ. ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ടു സൈൻ കൊടുക്കണം. എന്ത് കൊടുക്കുക? കൗണ്ട്. കൗണ്ട് കൊടുത്താൽ പോരാ, എന്ത് കൊടുക്കണം? കൗണ്ട് എക്ക് സ്പേസ് ഇല്ല കേട്ടോ, സ്പേസ് ഇട്ട് കൊടുക്കരുത്. കൗണ്ട് എ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഏതാണ് കൗണ്ട് ചെയ്യേണ്ടത്? ഏത് കോളാണ് കൗണ്ട് ചെയ്യേണ്ടത്? നെയിം കോളാണ് കൗണ്ട് ചെയ്യേണ്ടത് അല്ലേ? എംപ്ലോയീസിന്റെ നെയിം കോളാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എംപ്ലോയീസിന്റെ നെയിം എവിടെ തുടങ്ങുന്നോ അവിടെ തൊട്ട് എംപ്ലോയീസിന്റെ നെയിം എവിടെ അവസാനിക്കുന്നോ അവിടെ വരെ സെലക്ട് ചെയ്യണം. എംപ്ലോയീസിന്റെ നെയിം ഏതാ? എ കോളാണ്. A2 കോളത്തിലാണ് നെയിം തുടങ്ങുന്നത് അല്ലേ? A2 കോളം തൊട്ട് A8 കോളം വരെ അങ്ങോട്ട് സെലക്ട് ചെയ്യാം. A8 കോളം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ആൻസർ കിട്ടിയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ കൗണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇക്വേഷൻ കൊടുക്കേണ്ടത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നിട്ട് നോക്കിയേ, നമ്പർ ഓഫ് എംപ്ലോയീസ് വിത്ത് സാലറി ഗ്രേറ്റർ ദാൻ 50,000. എന്താ അത്? അവിടെയുള്ള എംപ്ലോയീസിൽ എത്ര പേര് 50,000-ൽ കൂടുതൽ സാലറിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്? അങ്ങനല്ലേ? അപ്പൊ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്താ ചെയ്യണ്ടേ? എംപ്ലോയീസിനെ കൗണ്ട് ചെയ്യണം. എംപ്ലോയീസിനെ കൗണ്ട് ചെയ്യാൻ നമ്മൾ എന്താ? കൗണ്ടാണ് ഉപയോഗിക്കാറ്. പക്ഷെ അവിടെ എന്താ പറയുന്നത്?
50,000-ൽ കൂടുതൽ സാലറി വാങ്ങുന്ന ആൾക്കാർ എത്രയുണ്ടോ അത് കൗണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായി, അവിടെ അഡീഷണൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു, അല്ലെങ്കിൽ അഡീഷണൽ ഒരു ഇൻഫർമേഷൻ കൊടുത്തു, അല്ലെങ്കിൽ അഡീഷണൽ ഒരു കണ്ടീഷൻ കൊടുത്തു. അങ്ങനെ അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കേണ്ടവർത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടത് അല്ലേ. അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുകയും വേണം, അവിടുത്തെ എംപ്ലോയീസിന്റെ നമ്പർ കൗണ്ട് ചെയ്യാൻ വേണം. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, കൗണ്ട് ഇഫ് ഫംഗ്ഷൻ എന്ന് പറയും. നമ്മൾ പഠിച്ചിട്ടുണ്ട് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ കൗണ്ട് ഇഫ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. എന്തിനാ, നമ്മൾ കൗണ്ട് ചെയ്യുന്ന നമ്പറിൽ എന്തെങ്കിലും തരത്തിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഏത്, കൗണ്ട് ഇഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടി വരുന്ന ഫംഗ്ഷൻ ഏതാ, കൗണ്ട് ഇഫ് ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് കൊടുക്കണം, ഈക്വൽ ടു സൈൻ കൊടുക്കണം. എന്ത്, കൗണ്ട് ഇഫ്. കൗണ്ട് ഇഫ് ഫംഗ്ഷൻ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് എന്താ പറയണേ, അവരുടെ സാലറി ഗ്രേറ്റർ ദാൻ 50,000 ആവണം അവരുടെ സാലറി. അപ്പൊ സാലറി നമ്മൾ മെൻഷൻ ചെയ്യണം. നേരത്തെ ചെയ്തതിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മെൻഷൻ ചെയ്തിരുന്നു. എന്ത് ചെയ്തു, ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആദ്യം തൊട്ട് അവസാനം വരെ സെലക്ട് ചെയ്തു അല്ലെ, ഒരു റേഞ്ച് സെലക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, സാലറി ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ സെലക്ട് ചെയ്യണം. ആ റേഞ്ച് ഓഫ് ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്യണം. ഏതാ സാലറി കോളം, ഏതാ സി കോളാണ്. C2ലാണ് സാലറി തുടങ്ങുന്നത്, C2 തൊട്ട് C8 വരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കോമ കൊടുക്കണം. ക്ലിയർ ആയിട്ട് കോമ കൊടുക്കണം. എന്നിട്ട് എന്ത് പറയുന്നു, കൃത്യമായ ഇൻസ്ട്രക്ഷൻ തരുന്നു, 50,000-ൽ കൂടുതൽ, ഗ്രേറ്റർ ദാൻ 50,000. ആ 50,000-ൽ കൂടുതൽ എന്നുള്ളത് കൃത്യമായി നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്ത് എന്തിൽ കൊടുക്കണം, ഡബിൾ കൊട്ടേഷനിൽ കൊടുക്കണം. കാരണം എന്താ, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് സ്പെസിഫിക്കേഷൻ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡബിൾ കൊട്ടേഷന്റെ ഉള്ളിലായിരിക്കും കൊടുക്കേണ്ടത്. അപ്പോ ഡബിൾ കൊട്ടേഷന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ 50,000 ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ജസ്റ്റ് എൻ്റർ ചെയ്യുന്നു. നമുക്ക് റിസൾട്ട് കിട്ടിയില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പ്രോബ്ലം കൃത്യമായി ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ലാപ്പോ കമ്പ്യൂട്ടറോ ജസ്റ്റ് മൊബൈലെങ്കിലും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഉബുണ്ടു തന്നെ വേണമെന്നില്ല, വിൻഡോസ് ഉപയോഗിക്കാട്ടോ. വിൻഡോസിൽ ഓഫീസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ എക്സൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, അതാ എക്സൽ ഉപയോഗിച്ച് നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഉള്ളവരും അങ്ങനെ തന്നെ ചെയ്തു നോക്കണം. ഇനി ഒരു തരത്തിലും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫോണിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്യുക, ഇതൊന്ന് ചെയ്തു നോക്കുക, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. നിർബന്ധമായും 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. ലാബ് എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.